നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ അർജൻറ്റീനയെ നേരിടാനിറങ്ങുന്ന സ്പെയിൻ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് സ്പാനിഷ് മാധ്യമങ്ങൾ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. 75 മിനിറ്റിന് ശേഷം ശ്രദ്ധിക്കണം. ഇവന്മാരുടെ പണി എന്താണെന്ന് വെച്ചാൽ 75 മിനിറ്റ് വരെ എങ്ങനെയെങ്കിലും അങ്ങ് തള്ളി നീക്കിയിട്ട് പുറകിലാണെങ്കിൽ പോലും 75 മിനിറ്റിന് ശേഷം ആഞ്ഞടിക്കുക, കളി ജയിച്ചുകൊണ്ട് പോവുക. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങുന്നവന്മാരാണ് അധികവും ഈ പണി ഒപ്പിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചോളണം. മുണ്ടോ ഡിപ്പോർട്ടീവോ കൃത്യമായിട്ടത് പറയുന്നു. അർജൻറ്റീന ഈസ് ലീതൽ ഫ്രം ദി 75th മിനിറ്റ് ഓൺവേർഡ്സ്. അത് ശ്രദ്ധിച്ചേ പറ്റൂ. അതായത് അർജൻറ്റീന ഈ വേൾഡ് കപ്പിൽ അടിച്ചിട്ടുള്ള ഗോളുകളിൽ 60% രണ്ടാം പകുതിയിലെ ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷമാണ്. അതായത് അവരാകെ അടിച്ച 19 ഗോളുകളിൽ 12 ആഫ്റ്റർ സെക്കൻഡ് ഹൈഡ്രേഷൻ ബ്രേക്കാണ്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ലേറ്റസ്റ്റ് കംബാക്ക് വന്നത് 85ാമത്തെ മിനിറ്റിലും 91ാമത്തെ മിനിറ്റിലും ഗോൾ അടിച്ചിട്ടാണ് എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഹൈഡ്രേഷൻ ബ്രേക്ക് വരെയൊക്കെ പോകുമ്പോൾ അർജൻറ്റീന ചിലപ്പോൾ പുറകിലാവും. താരങ്ങൾ ഒരല്പം ടെൻസ്ഡൊക്കെ ആയിരിക്കും. പക്ഷേ ആഫ്റ്റർ ദാറ്റ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആദ്യ മിനിറ്റ് മുതൽ ലയണൽ മെസ്സിയും സംഘവും ഒരു പ്രത്യേക ഊർജ്ജത്തിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാം. സ്വിറ്റ്സർലൻഡിനെതിരെ 3-1 ടീം ജയിക്കുമ്പോൾ ഹുലിൻ അൽവാരസിൻ്റെ ഗോൾ പിറക്കുന്നത് എക്സ്ട്രാ ടൈമിൽ 112ാമത്തെ മിനിറ്റിൽ, ലൗട്രോ മാർട്ടിനസിൻ്റെ ഗോൾ പിറക്കുന്നത് എക്സ്ട്രാ ടൈമിൽ 121ാമത്തെ മിനിറ്റിൽ. ഈജിപ്തിനെതിരെ കളി 3-2 ജയിക്കുമ്പോൾ ക്യൂട്ടി റൊബേറോയുടെ ഗോൾ വരുന്നത് 79ാമത്തെ മിനിറ്റിൽ, മെസ്സിയുടെ ഗോൾ 83ാമത്തെ മിനിറ്റിൽ, എൻസോ ഫെർണാണ്ടസിൻ്റെ ഗോൾ പിറക്കുന്നത് 92ാമത്തെ മിനിറ്റിൽ, അതായത് ഇഞ്ചുറി ടൈമിലാണ് വരുന്നത്. പിന്നെ കേപ്പ് വെർദക്കെതിരെയുള്ള കളിയാണെങ്കിലോ ലൗട്രോ മാർട്ടീനസാണ് 92ാമത്തെ മിനിറ്റിൽ ആ ഒരു ഗോൾ അടിക്കുന്നത്. ദെൻ ജോർദനെതിരെ ആണെങ്കിൽ മെസ്സി അദ്ദേഹത്തിൻ്റെ വിക്ടറി ഗോൾ നേടുന്നത് 80ാമത്തെ മിനിറ്റിലാണ്. എന്ന് പറഞ്ഞാൽ ടീം ഓൾറെഡി വിജയിച്ച കളിയാണ്, പക്ഷേ മെസ്സിയുടെ ഗോൾ പിറക്കുന്നത് 80ാമത്തെ മിനിറ്റിലായിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ എൻസോ ഫെർണാണ്ടസും ലൗട്രോ മാർട്ടിനസും ഗോൾ അടിച്ചു. 1-0 തോൽക്കാൻ പോയ കളിയാണ്. എൻസോയുടെ ഗോൾ സ്കോറിംഗ് വരുന്നത് 85ാമത്തെ മിനിറ്റിലും ലൗട്രോയുടെ ഗോൾ സ്കോറിംഗ് വരുന്നത് 91ാമത്തെ മിനിറ്റിലുമാണ്. സോ പേ ക്ലോസ് അറ്റൻഷൻ ടു ദോസ് 15 ഫൈനൽ മിനിറ്റ്സ് ഓഫ് ദി മാച്ച് ആൻഡ് അവോയ്ഡ് എക്സ്ട്രാ ടൈം എന്നാണ് കൃത്യമായിട്ട് സ്പാനിഷ് ടീമിനെ മുണ്ടോ ഡിപ്പോർട്ടീവോ ഉപദേശിക്കുന്നത്. ആ എക്സ്ട്രാ ടൈം ഒഴിവാക്കണം. അവസാന 15 മിനിറ്റ് എക്സ്ട്രാ കോഷ്യസ് ആയിരിക്കണം. കാരണം മെസ്സി നയിക്കുന്ന ഈ ടീം ഡെയിം മൊമെൻറ്റ്സിൽ കളി ജയിക്കുന്നത് ഒരു സ്ഥിരം പരിപാടിയാക്കി മാറ്റിയിട്ടുണ്ട്. അവരുടെ ഹീറോസ് അവർ മെസ്സി മാത്രമല്ല, ബെഞ്ചിൽ നിന്ന് ഇറങ്ങി വരുന്നവരുണ്ട്, സ്കലോനി ഇറക്കി വിടുന്നവർ, ലൗട്രോയെ പോലുള്ളവർ കളി ജയിപ്പിച്ചിട്ടാണ് മടങ്ങിപ്പോകുന്നത്. സോ അത് ശ്രദ്ധിച്ച് പറ്റൂ എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടീവോ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.